ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ PSC പരീക്ഷയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ കല, സാഹിത്യം, സംസ്കാരം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ചോദ്യം എങ്ങനെ സ്മാർട്ടായിട്ട് സോൾവ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. വെറുതെ ഉത്തരം കണ്ടുപിടിക്കാൻ മാത്രമല്ല, എങ്ങനെ സമയം ലാഭിച്ച് മാർക്ക് ഉറപ്പിക്കാമെന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓർക്കണം, നമ്മുടെ ലക്ഷ്യം ഉത്തരം കണ്ടുപിടിക്കുക എന്നത് മാത്രമല്ല, എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ സമയം കളയാതെ ഉത്തരത്തിലേക്ക് എത്താമെന്നുകൂടിയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെന്റ് 1: കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സ്റ്റേറ്റ്മെന്റ് 2: 5 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. സ്റ്റേറ്റ്മെന്റ് 3: 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റാണ് തെറ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം കിട്ടിയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്: ചോദ്യം ശരിക്കും എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സോ ലെറ്റ്സ് ഡീകോഡ് ദിസ്. ഇവിടെ നോക്കൂ, ഈ ചോദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, ആ ഒരു കീവേഡ് എന്ന് പറയുന്നത് തെറ്റായ എന്നതാണ്. പലപ്പോഴും എക്സാം ഹാളിലെ ആ ഒരു ടെൻഷനിൽ നമ്മൾ ശരിയായ പ്രസ്താവനയാണെന്ന് നോക്കിപ്പോകും. അത് PSC വെക്കുന്നൊരു ട്രാപ്പാണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് ഇതിലെ തെറ്റായ പ്രസ്താവനയാണ്. ശരി, ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്ത് ഒന്ന് പരിശോധിക്കാം. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, അല്ലേ? ഇതൊരു ബേസിക് ഫാക്റ്റാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. 5 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ഇതും ശരിയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനതുക 5 ലക്ഷം രൂപ തന്നെയാണ്. അപ്പോ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ഇവിടത്തെ ഒരു ട്വിസ്റ്റ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. ഇത് ശരിയാണോ? അല്ല. ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അത് 1992 അവാർഡ് തുടങ്ങിയ ആദ്യ വർഷം തന്നെ. സോ ഈ സ്റ്റേറ്റ്മെന്റ് തീർച്ചയായും തെറ്റാണ്. നമുക്ക് വേണ്ട തെറ്റായ പ്രസ്താവന ഇതാണ്. ഇപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പില്ലെന്ന് വെക്കുക. അങ്ങനെയൊരു സാഹചര്യത്തിൽ എങ്ങനെ ഉത്തരത്തിലേക്കെത്താം? അവിടെയാണ് നമ്മൾ സ്മാർട്ട് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചോദ്യം ചോദിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണെന്ന് 100% ഉറപ്പാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 വരുന്ന ഓപ്ഷൻ എ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം വരുന്ന ഓപ്ഷൻ ബിയും ഒഴിവാക്കാം. ഇനി സ്റ്റേറ്റ്മെന്റ് 2ഉം ശരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 വരുന്ന ഓപ്ഷൻ ഡിയും നമുക്ക് ഒഴിവാക്കാം. പിന്നെ ബാക്കിയേതാ ഉള്ളത്? ഓപ്ഷൻ സി മാത്രം. കണ്ടോ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെക്കുറിച്ച് വലിയ ഉറപ്പില്ലെങ്കിൽ പോലും ആദ്യത്തെ 2 വെച്ച് നമുക്ക് ശരിയായ ഉത്തരത്തിൽ എത്താൻ പറ്റി. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ്. വളരെ സിമ്പിളായിരുന്നില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങളെ സമീപിക്കേണ്ടത്. ഇതുപോലെ PSC ചോദ്യങ്ങളെ സ്മാർട്ടായി നേരിടാനും നിങ്ങളുടെ സ്വപ്നജോലി ഉറപ്പിക്കാനുമുള്ള കൂടുതൽ ടിപ്സിനും ട്രിക്സിനുമായി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വിശകലനം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.